നടന വൈഭവം കൊണ്ട് തമിഴ് മനസ്സ് കീഴടക്കിയ ജോസഫ് വിജയ് എന്ന വിജയ് ഇന്ന് തൻ്റെ രാഷ്ട്രീയ നയങ്ങൾ കൊണ്ട് തമിഴ് ഭൂമി കീഴടക്കിയിരിക്കുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ സമസ്യകളെയും ദ്രാവിഡ രാഷ്ട്രീയത്തിലെ ചാണക്യതന്ത്രങ്ങളെയും എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് തമിഴ് രാഷ്ട്രീയത്തിൻ്റെ പുതിയ സമവാക്യങ്ങൾ കുറിച്ചുകൊണ്ട് തമിഴ്നാടിൻ്റെ ഹൃദയഭൂമി കീഴടക്കിക്കൊണ്ടും ഇളയ ദളപതി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി അവരോധിതനായി. ആരും പ്രതീക്ഷിക്കാതെ ഇത്രയും നാളത്തെ ദ്രാവിഡ രാഷ്ട്രീയ സമവാക്യങ്ങളെയും തന്ത്രങ്ങളെയുമെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണത്തിലേക്കുള്ള വരവ്. രാഷ്ട്രീയ സമവാക്യങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജാതക സമവാക്യങ്ങളും അദ്ദേഹത്തിനെ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട് വൈകിപ്പോയി എന്ന ചിന്തയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജാതകം ലഭിക്കാൻ നമുക്ക് ഇപ്പോഴാണ് സാധിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാശിചക്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഭരണതന്ത്രങ്ങളിലേക്കും ഭരണചക്രത്തിലേക്ക് അദ്ദേഹത്തിന് എത്ര നാൾ എങ്ങനെ തുടരാൻ സാധിക്കും എന്നുള്ള കാര്യവുമൊക്കെയാണ് ജ്യോതിഷദീപത്തിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ ജനനസമയവും ജാതകവും എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ജൂൺ മാസം 22-ാം തീയതി 1974 രാവിലെ 9:25 ചെന്നൈയിലാണ് അദ്ദേഹം ഭൂജാതനാകുന്നത്. ആ സമയത്തുള്ള രാശിചക്രങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കുക, അദ്ദേഹത്തിൻ്റെ രാശിചക്രത്തിൽ ലഗ്നം കർക്കിടക രാശിയാണ്. അവിടെ നീചനായ ചൊവ്വായും സ്വക്ഷേത്ര ബലവാനായ ചന്ദ്രനും ഇരിക്കുന്നു. 2-ാം ഭാവത്തിലും 3-ലും 4-ലും വേറെ ഗ്രഹങ്ങളില്ല. 5-ാം ഭാവത്തിൽ സർപ്പം, 6-ൽ ഗ്രഹങ്ങളില്ല, 7-ൽ ഗ്രഹങ്ങളില്ല. വ്യാഴം അഷ്ടമത്തിലേക്ക് അംശിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 9-ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല, 10-ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 11-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടുള്ള ശുക്രനും അതുപോലെ തന്നെ രാഹു ദൃഷ്ടിയോടുകൂടി അവിടെ കേതുവും. 12-ാം ഭാവത്തിലാകട്ടെ 3-ാം ഭാവാധിപനായ ആദിത്യനും മിഥുനത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധനും 9-ഉം അഷ്ടമസ്ഥാനാധിപത്യവും വഹിച്ച ശനിയും നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില എന്ന് പറയുന്നത്. വിജയ് ജനിച്ചിരിക്കുന്നത് പൂയം നക്ഷത്രത്തിലാണ്. അദ്ദേഹത്തിന് ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ സമയമെന്ന് പറയുന്നത്, അദ്ദേഹം കർക്കിടക ലഗ്നത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ലഗ്നത്തിൽ നീചനായ ചൊവ്വായും ചന്ദ്രനുമുണ്ട്. ശശിമംഗള യോഗമൊക്കെ അദ്ദേഹത്തിൻ്റെ ലഗ്നത്തിലുണ്ട് എന്നുള്ളതും, ഇപ്പോൾ ശുക്രദശയിൽ ഗുരു അപഹാരം അഥവാ വ്യാഴത്തിൻ്റെ അപഹാരകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 നവംബർ വരെയാണ് ഇപ്പോൾ ഈ വ്യാഴത്തിൻ്റെ അപഹാരകാലം നടക്കുക. ശേഷം ശനി അപഹാരം തുടങ്ങാൻ പോകുന്ന സമയമാണ്. അതായത് അടുത്ത വർഷത്തോടു കൂടി അല്ലെങ്കിൽ ഡിസംബർ കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിന് ശനി അപഹാരം തുടങ്ങും എന്നുള്ളതാണ് ജാതകവശാലുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ളൊരു സമയം. അപ്പോൾ പലരും ചോദിച്ചിരുന്നു, പലരും മറ്റുള്ള സ്ഥലങ്ങളിൽ ചോദിക്കുന്നത് ഞാൻ കണ്ടിരുന്നു, ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ആ ഒരു സമയത്തെ ഗ്രഹനില കൂടി ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പിന്നീട് അതിനെക്കുറിച്ച് പറയാം. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം തമിഴ്നാടിൻ്റെ അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശന കാലഘട്ടത്തിൽ തന്നെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഈ ദ്രാവിഡ രാഷ്ട്രീയ മുന്നണികളെ തകർത്തുകൊണ്ട് ഒരു പുതുമുഖമായ അദ്ദേഹത്തിന് തമിഴ് രാഷ്ട്രീയത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അതിൻ്റെ അധികാര സ്ഥാനങ്ങളിലേക്ക് നടന്നു കയറുവാനായിട്ട് സാധിക്കുമെന്നും ഒരു രാഷ്ട്രീയ ചാണക്യന്മാരോ രാഷ്ട്രീയ നിരീക്ഷകരോ കരുതിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജാതകം നമുക്ക് ഈ ജ്യോതിഷ ദീപത്തിലൂടെ ഒന്ന് പരിശോധിക്കണമെന്ന്
കരുതിയത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായിട്ടുള്ള ചന്ദ്രനാണ്. എന്നാൽ അവിടെ നിൽക്കുന്ന ചൊവ്വയാകട്ടെ നീചനാണ്. അപ്പോൾ നീചഭംഗ യോഗം, രാജയോഗവും അതുപോലെ ശശിമംഗള യോഗവും ഒക്കെയുള്ള ഒരു ജാതകമാണ് അദ്ദേഹത്തിൻ്റെ. ഇനി അവിടെ നിൽക്കുന്ന ആ ചന്ദ്രനും അത് ചൊവ്വായും അതിൻ്റെ 5-ാം ഭാവത്തെ കൊണ്ടും 4-ാം ഭാവത്തെ കൊണ്ടും നമുക്ക് പ്രധാനമായ 2 കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് മന്ത്രം, മന്ത്രി തുടങ്ങിയ ഭാവങ്ങളെല്ലാം ചിന്തിക്കേണ്ട ഒരു ഭാവമാണ് 5-ാം ഭാവം എന്ന് പറയുന്നത്. ഈ 5-ാം ഭാവം പൂർവ്വ പുണ്യ അല്ലെങ്കിൽ പൂർവ്വജന്മഭാവം കൂടിയാണ്. ആ പൂർവ്വജന്മഭാവത്തെ കൂടി നമുക്ക് പരിശോധിക്കുമ്പോൾ ഈ രാഹു കേതുക്കൾ അവിടെ പൂർവ്വജന്മത്തിൻ്റെ യോഗം കൂടി കൊടുക്കുന്നു, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൻ്റെ സഞ്ചിതമായ തൽക്കർമ്മങ്ങളുടെയും പൂർവ്വജന്മത്തിൻ്റെയും ഒരു ബാക്കിപത്രം കൂടെ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻജന്മത്തിലെ ലഗ്നം നമുക്ക് 5-ാം ഭാവത്തെ കൊണ്ട് നോക്കുവാണെങ്കിൽ വൃശ്ചികം രാശിയായിട്ട് നോക്കാം. ആ വൃശ്ചികം രാശിയിലും അദ്ദേഹത്തിന് ശുക്രദൃഷ്ടിയോടുകൂടി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായും നമുക്ക് നോക്കേണ്ട മറ്റൊരു കാര്യം, ഈ 5-ാം ഭാവമാണ് മന്ത്രിസ്ഥാനങ്ങളെ കൊണ്ടൊക്കെ ചിന്തിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് അവിടെ നിൽക്കുന്ന ഈ ഒരു രാശിയായിട്ടുള്ള ഈ ഒരു രാശിയിൽ, വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സർപ്പത്തെ കൊണ്ട് അദ്ദേഹത്തിന് എത്ര നാൾ അവിടെ ഭരണ തുടർച്ച ഉണ്ടാക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ ഭരണത്തിൽ തുടർന്നു പോകാൻ സാധിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ഭരണസ്ഥാനത്ത് അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ സാധിക്കുമോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ സർപ്പത്തെ കൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആദ്യ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ തമിഴ് വാഴ്ത്തുകൾ പാടിയില്ല, അതിന് പകരം വന്ദേ മാതരം പാടി എന്നുള്ള പേരിൽ ഇദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ചില കക്ഷികൾ തന്നെ ഇദ്ദേഹത്തിനെതിരായി തിരിഞ്ഞത് അതിൻ്റെ എല്ലാം ഒരു കാരണമായിട്ട്, വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ 4-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒരുപാട് ദൈവാധീനങ്ങൾ കൊടുക്കുകയും അദ്ദേഹത്തിന് സമാധാനവും സന്തോഷവും സ്ഥിരതയുമെല്ലാം കൊടുക്കാനായിട്ട് സാധിക്കുന്നൊരു ഭാവമാണ് 4-ാം ഭാവം. ആ 4-ാം ഭാവാധിപൻ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിരിക്കുന്നതും 4-ാം ഭാവത്തിലേക്ക് ഉള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഇത്തരം വിവാദങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മോചിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു പരിധിവരെ അദ്ദേഹത്തിന് അതിൽ നിന്ന് തരണം ചെയ്തു പോകാനും സാധിക്കും എന്നുള്ള കാര്യമാണ് ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആദിത്യനെ കൊണ്ട് നോക്കുമ്പോൾ രാജാവ് എന്ന സ്ഥാനമാണ് ആദിത്യനുള്ളത്. രാജാവ്, രാജകീയമായ ഭാവങ്ങളൊക്കെയുള്ള ഗ്രഹങ്ങളിൽ രാജാവായിട്ടുള്ള ആദിത്യൻ അത് 12-ാം ഭാവത്തിലേക്ക് മറഞ്ഞിരിക്കുന്നത്. അവിടെ 9-ാം ഭാവാധിപതിയാണെങ്കിലും അഷ്ടമാധിപനായ ശനിയുടെ യോഗത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ഇളക്കം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ 5-ാം ഭാവത്തിലുള്ള സർപ്പം അദ്ദേഹത്തിന് വിവാദങ്ങൾ ചുഴലിലേക്ക് എത്തപ്പെടുമെന്നും കലഹത്തിനും മറ്റും കാരണമുണ്ടാവും എന്നുള്ള കാര്യത്തിലും സംശയിക്കേണ്ട കാര്യമില്ല. 6-ാം ഭാവാധിപതിയാണ് വ്യാഴം എന്നുള്ളത് കൊണ്ട് തന്നെ ഭാഗ്യാധിപത്യവും ഉണ്ട് വ്യാഴത്തിന്. വ്യാഴം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടും എങ്കിലും 6-ാം ഭാവാധിപത്യം കൂടെയുള്ള ആ വ്യാഴം അതിന് ശത്രുസ്ഥാനാധിപത്യം കൂടെ ആണ് ആ വ്യാഴത്തിനുള്ളത് എന്നുള്ളത് കൊണ്ട് ശത്രുക്കൾ നിരന്തരമായി, ശത്രുക്കളുടെ വേട്ടയാടലിന് നിരന്തരമായി അദ്ദേഹം പാത്രീഭൂതനാകാനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭ ശത്രുക്കളുടെ ആക്രമണങ്ങൾ കൊണ്ട് ഇളകിയാടാനുമൊക്കെയുള്ള ഒരു സാധ്യത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ശത്രുക്കളുടെ ഒരു നിരന്തരമായ ആക്രമണങ്ങളും കലഹങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും ഇല്ലെങ്കിൽ സഖ്യകക്ഷികളിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട യാതൊരു കാര്യവും തന്നെ ഇല്ല. കാരണം 3-ാം ഭാവാധിപനായി നിൽക്കുന്ന ബുധൻ അത് 12-ാം ഭാവാധിപത്യവും ഉണ്ടെങ്കിലും അവിടെ മൗഢ്യം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ശ്രദ്ധയുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ തീരുമാനങ്ങൾ അവരവന് തന്നെ വിനയായിട്ട് മാറാനുള്ള സാധ്യതയും നമുക്ക് ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള അവസ്ഥയാണ്. കാരണം 3-ാം ഭാവാധിപത്യവും 12-ാം ഭാവത്തിലേക്ക് നിൽക്കുന്നതും 3-ാം ഭാവാധിപതി 12-ലും അതുപോലെ 7-ാം ഭാവാധിപനായ ശനി അത് 12-ലേക്ക് പോയതുമൊക്കെ
ഈ നമ്മൾ ആദ്യമേ അദ്ദേഹത്തെക്കുറിച്ചിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, വിവാദപരമായ അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതവും വിവാഹ വേർപെടലുകളൊക്കെ ഉണ്ടായത് ഈ 7ാം ഭാവാധിപനായി ശനി 12ാം ഭാവത്തിലേക്ക് പോയിരിക്കുന്നത് കൊണ്ടാണ് ഒരു 2 വിവാഹയോഗങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് 7ാം ഭാവത്തെ കൊണ്ട് നോക്കുമ്പോൾ അത് ഭാര്യാസ്ഥാനം മാത്രമല്ല, അദ്ദേഹത്തെ സഹായിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൂട്ടുചേർന്ന കൂട്ടുകക്ഷികളെ കൊണ്ട് നമുക്ക് ഈ 7ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. ആ 7ാം ഭാവാധിപൻ 12ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹായികൾ എന്ന നിലയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്ന പല ആളുകളും പ്രത്യക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ താൽക്കാലികമായ ചില കാര്യസാധ്യതയുടെ കൂടെ നിൽക്കുന്നവരാണ് എന്നുള്ളത് കൂടെ നമ്മൾ ഗണിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണം ഏതു നിലയ്ക്ക് പോയാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പലപ്പോഴും നല്ലതാണെങ്കിൽ പോലും ഈ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ സഖ്യകക്ഷികളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ അതിനെ നിരന്തരമായി എതിർത്തുകൊണ്ട്, നിരന്തരമായി കലഹം ഈ പിന്തുണ പിൻവലിക്കാനൊക്കെയുള്ള സാധ്യത നമുക്കെടുത്ത് കളയാൻ പറ്റുന്നതോ അല്ലെങ്കിൽ വിസ്മരിക്കാൻ പറ്റുന്നതോ ആയ ഒരു കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ ആയുസ് അദ്ദേഹത്തിന് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ജാതകവുമായി നമുക്ക് തുലനം ചെയ്ത് നോക്കുമ്പോൾ അതിന് സാധ്യതയുണ്ട് എന്ന് പറയാൻ നമുക്ക്. കാരണം ഗുരു അപഹാരകാലം അവസാനിക്കുന്ന 2026 നവംബറിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന ശനി 12ാം ഭാവത്തിൽ അംശിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ അതിന് അഷ്ടമാധിപത്യം കൂടെയുള്ള ശനിയായിരിക്കുന്നത് കൊണ്ടും ഈ അഷ്ടമാധിപത്യം എന്ന് പറയുന്ന ആ ശനി 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പതനസ്ഥാനത്ത് ആ ശനി അംശിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു പതനം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു പതനത്തിന് സാധ്യത ഈ നവംബറിന് ശേഷം അല്ലെങ്കിൽ ഡിസംബറിന് ശേഷം ഉണ്ടാകും എന്നുള്ളത് കൂടെ നമ്മൾ അതിനകത്ത് ഗണിക്കണം. പിന്നെ അവിടെ പറയാനുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ അതിനെ അതിക്രമിച്ച് പോകാൻ സാധ്യത കൂടെയുണ്ട്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യാഴം, അദ്ദേഹത്തിൽ ഉള്ള വ്യാഴം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 12ലാണ് ആ വ്യാഴമുള്ളത്. ആ വ്യാഴം അദ്ദേഹത്തിൻ്റെ ജന്മകൂറിലേക്ക് ജന്മവ്യാഴമായിട്ട് മാറുമ്പോൾ കുറേ കൂടെ ഈശ്വരാധീനം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു എന്ന് പറയാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇനി ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെ മറിച്ചിടാൻ വളരെ എളുപ്പമാണ് എന്ന് ഞാൻ പറഞ്ഞു. കേവല ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ ഈ ശനിയുടെ വരവോടുകൂടി നവംബറോടുകൂടി അങ്ങനെ ഒരു തീരുമാനങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുകയാണെങ്കിലും തമിഴ്നാട്ടിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനോ അതുപോലെ തന്നെ ഇനി മറ്റൊരു സാഹചര്യം ഉണ്ടായാലും ഭരണ തുടർച്ചയുണ്ടാകാനുള്ള സാധ്യത നമുക്ക് നിശ്ചയമായിട്ടും പറയാൻ സാധിക്കും. അതായത് ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയാലും വിജയി തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് വരികയും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള അദ്ദേഹത്തിന് അംഗബലം കൂടുകയും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ MGRൻ്റെ കാലഘട്ടവുമായിട്ടും MGRനെ ആയിട്ട് തരണം ചെയ്യാം. എങ്കിൽ ഒരു കാര്യം കൂടെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ വിവാദങ്ങൾ കത്തിപ്പടരാനുള്ള സാധ്യത നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സാധ്യത കൂടെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടതായിട്ട് ഉണ്ട്. ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ആ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ആ സമയത്ത് കുജദശയിലാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. അത് പഞ്ചഭൂതങ്ങളിൽ അഗ്നിഭൂതത്തിൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനെടുത്ത സമയം. അതുപോലെ തന്നെ കൃഷ്ണാഷ്ടമിയിൽ ഇറക്ക രാശിയായിരുന്നു അദ്ദേഹം ഈ ഒരു മുഹൂർത്തമായി കണ്ടത്. ആ മുഹൂർത്തം ഏതെങ്കിലും ജ്യോതിഷൻ ഗണിച്ചതാണോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു സമയത്താണ് അദ്ദേഹം എടുക്കുന്നത്. ആ സമയത്തൊരു ഗുണമുണ്ട്, അവിടെ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന. ആ രാശിയിൽ വ്യാഴമുണ്ട് എന്നുള്ളതാണ് ഒന്ന്. പക്ഷേ അവിടെയും 3ാം ഭാവത്തിൽ വക്രബുദ്ധിയുടെയും ദുഷ്ടബുദ്ധിയുടെയും ദുർബുദ്ധിയുടെയൊക്കെ സ്ഥാനത്ത് നിൽക്കുന്ന കേതു ഞാൻ ആദ്യം ജാതകവുമായി തട്ടിച്ച് പറഞ്ഞ പോലെ തന്നെ പല വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ അഷ്ടമാധിപത്യം കൂടെയുള്ളതും ആ ഭാഗ്യാധിപത്യവും കൂടെയുള്ള 9ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് കർമ്മസ്ഥാനത്ത് നിന്നിരുന്നത് എന്നുള്ളത് കൊണ്ടും കർമ്മസ്ഥാനാധിപൻ വ്യാഴം ഇവിടെ ആ സമയത്ത് മുഹൂർത്ത രാശിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലൊക്കെ ഈ ഒരു ഗവൺമെൻറ് തരണം ചെയ്ത് പോകേണ്ടതായിട്ടിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഈ ഗവൺമെൻറ്റിന് ഇപ്പോൾ കുജദശയാണ്, ചൊവ്വാദശയാണ് എന്നുള്ള കാര്യം കൂടി നോക്കണം. അവിടെ ചൊവ്വ രാശി ഉള്ള ഒരു ഗ്രഹത്തിലാണെങ്കിൽ ചൊവ്വാദശയിലാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു
സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. 11ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനാണ് ആ ചൊവ്വ എന്നുള്ളതും, എങ്കിലും അവിടെ നമുക്ക് 6ാം ഭാവാധിപത്യം കൂടെ ചൊവ്വയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ടും ശത്രുക്കളുടെ നിരന്തരമായിട്ടുള്ള, ഞാൻ ആദ്യം ജാതകത്തിൽ പറഞ്ഞ പോലെ ശത്രുക്കൾ നിരന്തരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. എങ്കിലുമൊക്കെ വളരെ രാജയോഗവും പ്രൗഢിയുമൊക്കെയുള്ള ഒരു വ്യക്തി കൂടെയാണ് ഇദ്ദേഹം എന്നും, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല കാര്യ തീരുമാനങ്ങളും ജനോപകാരപ്രദമായിരിക്കും എന്ന കാര്യത്തിന് സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ MGRൻ്റെ കാലഘട്ടവുമായിട്ടൊക്കെ തട്ടിച്ചുകൊണ്ട് ഞാൻ പറയാനായിട്ടുള്ള സാധ്യത. അത്തരം ഒരു തലത്തിലേക്ക് തന്നെ അദ്ദേഹം ഒരു 2ാം MGR എന്ന ആ ഇളയ ദളപതി 2ാം MGR എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം തമിഴ്നാട്ടിൽ ഇനിയൊരു പുതിയ രാഷ്ട്രീയ ഭാവിക്കും അതുപോലെ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കും. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാനായിട്ട് വിജയിക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ടും, പ്രത്യേകിച്ച് തമിഴ് ജനതയ്ക്ക് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ടും നിർത്തുന്നു. ഞാൻ ജയകുമാർ ശർമ്മ. നമസ്തേ. Like, share, subscribe.